ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പുതിയൊരു വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഏതാ വെറൈറ്റി എന്താണെന്നുള്ളതൊക്കെ സർപ്രൈസാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം ഒരു പെറ്റ് ഷോപ്പിൽ പോയപ്പോഴത്തേക്കും നമ്മൾ അന്വേഷിച്ച് നടന്നൊരു വെറൈറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒന്നും നോക്കിയില്ല, അവരെ പൊക്കി. അപ്പം അവരുടെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു അവരെ കിട്ടുവാണെങ്കിൽ നമ്മൾ എടുക്കുമെന്നും എടുക്കാൻ പോകുമാണെന്നും എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഏത് വെറൈറ്റിയാണ്, ഏതാണ് എടുത്തത്, എന്താണ് എടുത്തത് എന്നുള്ളതൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എത്ര പേര് കമൻറ്റ് ചെയ്യുക, എത്ര പേർക്ക് അറിയാം എന്നുള്ളത് നോക്കട്ടെ. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് കിടക്കാം. കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഏത് വെറൈറ്റിയാണ് കൊണ്ടുവന്നതെന്നുള്ളത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ടാങ്കിലാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ടാങ്ക് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഒരു ഫാം അപ്ഡേഷൻ വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഇട്ടായിരുന്നു. അപ്പം ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു ടാങ്ക് സെറ്റ് ചെയ്യുന്നുണ്ട്, വെറൈറ്റി എടുക്കാൻ പോകുന്നുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മളേതായാലും അധികം വിട്ട് താമസിപ്പിക്കുന്നില്ല, നമ്മൾ വെറൈറ്റിയെക്കുറിച്ച് പറയാം. അപ്പം ഒരു മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നേറ്റീവ് ആയിട്ട് നമ്മുടെ ഈ കേരളത്തിലുള്ള ഒരു മോൺസ്റ്റർ ഫിഷാണ്. അപ്പം എല്ലാവർക്കും അറിയാം, അത്യാവശ്യം എല്ലാ ആൾക്കാരുടെ കയ്യിലും ഉണ്ട്, കടകളിലും കിട്ടും. അങ്ങനെ ഒരു വെറൈറ്റിയാണ്. പിന്നെ നമ്മുടെ ഫാമിൻ്റെ ഏകദേശം അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ സമയം കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഫാം ക്ലീൻ ചെയ്യാത്തത്. അപ്പോൾ നമ്മുടെ ആ വെറൈറ്റി ഏതാണെന്നുള്ളത് നമ്മുടെ ഈ കവറിനകത്തിരിപ്പുണ്ട്. അപ്പം വെറൈറ്റി ഏതായാലും അധികം നേരിട്ട് വിഷമിപ്പിക്കുന്നില്ല, അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ വെറൈറ്റി ഫിഷ്. അതായത് നമ്മുടെ മയിൽവാഹ അല്ലെങ്കിൽ സ്നേക്ക് ഹെഡ് എന്ന് പറയുന്ന പാമ്പിൻ തലയുള്ള മത്സ്യം, അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കടയിൽ പോയപ്പോൾ അത്യാവശ്യം കളറേഷനും കാര്യങ്ങളും ഉള്ള രണ്ടെണ്ണം നോക്കി നമ്മൾ എടുത്തായിരുന്നു. നമ്മുടെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന വെറൈറ്റി പോയതിന് ശേഷം നമ്മളെടുത്ത വെറൈറ്റിയാണ്. അപ്പം ഇവരെയാണ് നമ്മൾ അന്വേഷിച്ച് നടന്നതും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ അത് ഏതായാലും നമുക്ക് അവസാനം കിട്ടി. അപ്പോൾ ഇവരെയാണ് നമ്മൾ ടാങ്കിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ ടാങ്കിലൊക്കെ നേരത്തെ വെള്ളവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം 5-6 മിനിറ്റായി. ഇപ്പോൾ അവരെ കണ്ടീഷനൊക്കെ ചെയ്തായിരുന്നു. പിന്നെ വീഡിയോ കാണിക്കുന്നതുകൊണ്ട് നമ്മളത് കൂടുതൽ പറയാൻ പോയില്ല. അപ്പം ഏതായാലും അവരെ ഒന്ന് ടാങ്കിലേക്ക് ഒന്ന് ഇറക്കി വിട്ടിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. വെള്ളമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആയിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഏതാനും സമയങ്ങൾക്ക് ശേഷം നമ്മളിത് നമ്മുടെ ഫിഷിനെ നമ്മൾ ടാങ്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം തന്നെ വലിപ്പം കുറഞ്ഞാണ് നമ്മളെടുത്തത്. വലിപ്പം കൂടുതലല്ല എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കളറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവർക്കിനി ഫീഡ് കൊടുക്കുന്നത് നേരത്തെ നമ്മുടെ കയ്യിലൊരു ഇതുണ്ടായിരുന്നു, ഫീഡുണ്ടായിരുന്നു. നമ്മുടെ ഈ മറ്റേ അതിന് പേര് പറയുമല്ലോ, ആ സാധനം ഉണ്ടായിരുന്നു. നമ്മുടെ വേംസ് ഉണ്ടായിരുന്നു. അപ്പോൾ വേംസിനെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഇന്നിപ്പോൾ ഏതായാലും ഫീഡ് കൊടുത്താൽ എടുക്കുമോ എന്നറിയത്തില്ല. ഏതായാലും നമുക്കത് ഫീഡ് കൊടുത്തു നോക്കാം. ഫീഡ് കൊടുത്തെടുത്താൽ നമ്മൾ ഹാപ്പിയാണ്. അപ്പോൾ ഏതായാലും നമുക്കതിനും കൊടുത്തു നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ താഴെ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അയാളെ നമ്മളത് വിദഗ്ധമായിട്ട് പിടിച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ കോൺക്രീറ്റ് തറയായതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്മ്യൂണിറ്റി പവറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഫിഷ് ആയതുകൊണ്ടും ചാടാൻ താല്പര്യമുള്ളൊരു ഫിഷ് ആയതുകൊണ്ടും നമ്മൾ അത്യാവശ്യം വെള്ളം കുറച്ച് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഒരു ലെവലിലാണ് നമ്മൾ വെള്ളം ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇവർക്ക് ശകലം നമുക്ക് ഫീഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഇന്നിപ്പോൾ എടുത്തുകൊണ്ട് വന്നേ ഉള്ളൂ. കടയിൽ നിന്ന് ഫീഡ് ചെയ്തോന്ന് അറിയത്തില്ല. ഫീഡ് ചെയ്താലും കുറേ മീനുകൾ കിടക്കുന്നതുകൊണ്ട് ഇവർക്ക് കിട്ടിയോ എന്നുള്ള കാര്യം സംശയമാണ്. അപ്പോൾ നമുക്ക് ഏതായാലും 2 വേംസ് ഇട്ട് കൊടുക്കാം, കഴിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളേതായാലും വേംസ് കൊണ്ടുവന്ന് വേംസ് നമ്മൾ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അവർ ഫീഡ് എടുത്തിട്ടില്ല. എല്ലാവരും ഇങ്ങനെ ടാങ്കിൻ്റെ ഏരിയയിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ചെറുതും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് അതിനെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ വലിപ്പവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ എടുത്തത്. വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇത് കുഴപ്പമില്ല. പിന്നെ ഇവർ ബോട്ടത്തിൽ വന്നാണ് എയർ എടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എയറേഷൻ്റെ കാര്യം ആവശ്യമില്ല. വെള്ളം കുറച്ചിട്ടാലും കുഴപ്പമില്ല. വെള്ളം കുറച്ചിടുന്നതനുസരിച്ച് ഒരു ബോട്ടത്തിൽ വന്ന് എയർ എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തോളും. പിന്നെ എന്തെങ്കിലുമൊക്കെ വെച്ച് അടച്ചിടുമായിരിക്കും ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പിന്നെ മിസ്സാകാൻ സാധ്യതയുണ്ട്. കാരണം ഇവർ കൂടുതലും ചാട്ടക്കാരും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഏതായാലും വരും ദിവസങ്ങളുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അടുത്ത് വരും വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളെന്ന് പറയാനുള്ളത്. അപ്പം ബാക്കിയുള്ള ഫിഷെല്ലാം നല്ല സെറ്റപ്പായിട്ടിരിപ്പുണ്ട്. അപ്പം വേറെ കുറച്ച് ഫിഷ് വരാനുണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ, അതായത് അടുത്ത അപ്ഡേഷൻ ഫിഷിൻ്റെ ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫാം വേറൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള കാര്യം നോക്കുന്നുണ്ട്. അപ്പം അധികം വൈകാതെ മാറ്റാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഈ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ മാറി നിൽക്കുന്നതാണ്. അപ്പം അടുത്ത കുറച്ച് പുതിയ വെറൈറ്റികൾ വരുന്നുണ്ട്. അപ്പം അതേത് വെറൈറ്റികളാണ് എടുക്കുന്നത്, ഏതാണ് വരുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. അപ്പോൾ ഇതിലും നല്ലൊരു അടിപൊളി പുതുത്തൻ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.